ഹലോ ഗൈസ്, ഇത് നമ്മുടെ പത്തനംതിട്ട എടത്താവളം ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ വേൾഡിൻ്റെ ഫെസ്റ്റാണ്. ഇതിപ്പോൾ തീർന്നിട്ടുണ്ടാവും. ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളെ. നമ്മൾ വെൽക്കം ചെയ്യുന്നത് തന്നെ നമ്മുടെ ഒക്ടോപ്പസ് ചേട്ടനാണ്. 2 മണിക്കാണ് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ആയത്. 150 രൂപയാണ് ഒരാൾക്ക് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു സെക്ഷനാണ് കേട്ടോ. ബേർഡ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ ആയിട്ട് കുറേ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു. സൗണ്ടൊക്കെ കേട്ട് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ നമ്മളൊരു കോർണറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ സെക്ഷൻ പോലെ ആൾക്കാർക്ക് ഈ ബേർഡ്സിൻ്റെ ആനിമൽസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാമായിരുന്നു. ഇതിനകത്ത് ഇഗ്വാന ഉണ്ടായിരുന്നു, പാമ്പുണ്ടായിരുന്നു. പാമ്പൊക്കെ തോളത്ത് കിടക്കുന്ന കണ്ടിട്ട് തന്നെ എനിക്ക് പേടിയായി. പിന്നെ നമ്മളവിടെ നിന്നില്ല. പിന്നെ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ കുറേ ട്രീസും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സെക്ഷനായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ഉള്ളിലോട്ട് നടക്കുമ്പം ഒരു ഡ്രാക്കുള ചേട്ടൻ നമ്മളെ വെൽക്കം ചെയ്തിട്ട് അടുത്ത ഇങ്ങനെ ഒരു അവതാർ തീമിൻ്റെ ഉള്ളിലേക്കായിട്ട് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ആ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുണ്ടോ, നല്ല പറക്കാൻ കഴിവുള്ള നമ്മുടെ ഡ്രാഗൻ, തറയിൽ നിന്ന് ചിറകിട്ടടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാഗൻ ഉണ്ട്. പിന്നെ അവതാർ തീം എന്ന് പറയുമ്പം അവതാർ ക്യാരക്ടർ ഇല്ലാതെ എന്താ അവതാർ അല്ലേ. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് വന്നു കഴിയുമ്പം കുറേ മീനിൻ്റെയൊക്കെ സെക്ഷനാട്ടോ. ഇതിൻ്റെ ഒന്നും പേരറിയത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പേര് അറിയുന്നവർ കമൻറ്റ് കേട്ടോ, ഇതിൻ്റെയൊക്കെ പേരെന്ന്. ഇത് ഈലാണെന്നറിയാം കേട്ടോ. ഇതിൻ്റെയും പേര് എനിക്കറിഞ്ഞൂടാ. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയതാട്ടോ. ഫുൾ കോമഡി ആയിരുന്നു. ഇതിനെ പൊരിച്ച് തിന്നുന്ന പ്ലാനിലായിരുന്നു ഞങ്ങളൊക്കെ. ഇതാരോ പറയുന്നത് കേട്ടു വൈറ്റ് ഷാർക്കാണെന്ന് കേട്ടോ. അറിഞ്ഞുകൂടാ, ജസ്റ്റ് ആരോ പറയുന്നത് കേട്ടതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെയൊക്കെ മുളകും ഉപ്പുമൊക്കെ കൂട്ടിയിട്ട് നല്ല ഫ്രൈ ചെയ്യുന്ന പ്ലാനിലായിരുന്നു നമ്മളുടെ ചർച്ചകൾ മൊത്തം. ഫ്രൈ ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, ഫ്രഷ് മീനല്ലേ. ഇത് മറ്റേ തെരൻ്റെയാണെന്ന് തോന്നുന്നുണ്ടോ. ഇത് പോകുന്നതാണ് നല്ല രസമായിരുന്നു. ഇങ്ങനെ വെള്ളമൊന്നും അനങ്ങാതെ ആ ഒരു ഫ്ലോയിൽ പോകുന്നതാണ് നല്ല രസമായിരുന്നു. ഇതെല്ലാം അക്വേറിയം സെറ്റപ്പ് ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ അണ്ടർ വാട്ടറിൽ കയറി. അതെ, അവൻ ഫോട്ടോ എടുക്കുന്നതിന് അവിടെ മീൻ കണ്ടോ അനങ്ങാതെ പോസ് ചെയ്ത് നിന്ന് കൊടുത്ത് നല്ല രസമായിരുന്നു കേട്ടോ. നമ്മൾ മീനിനെ പോലും വെറുതെ വിട്ടില്ല. നമ്മൾ ആ മീനിനെ വരെ ട്രോളുമായിരുന്നു അവിടെ നിന്നിട്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നാൽ അറിയാലോ, കുറേ നാളിന് ശേഷമാണ് എല്ലാവരെയും കാണുന്നത്. അപ്പൊ ഇത് അതിന് വലുതായതാണോ? ഇതിന്റെ കുഞ്ഞ് എന്തായാലും അത് എന്തായാലും ഇതിന്റെ കുഞ്ഞാണ് അത്. മത്തി ഇത്രയും വലുതാവത്തില്ല. ഇവരുടെ പേരെഴുതി വെക്കണമായിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ ഒരു പാലസ് തീമിലൊരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി വരുമ്പം കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ.